നമുക്ക് കുമ്പളങ്ങ കൊണ്ട് ഒരു ഇതുണ്ടാക്കാം, സൂപ്പ് ഉണ്ടാക്കാം. അതിന് ഒരു പാത്രം വെച്ചിട്ട് ആദ്യം കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കും. കുറച്ച് ഒണിയൻ കട്ട് ചെയ്തിട്ടില്ല, കുറച്ച് ഗാർലിക് കട്ട് ചെയ്തോളൂ. ഇത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി, വലിയ കളർ വരുന്നില്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല, ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കും. ഇതാണ് കുമ്പളങ്ങ കഷ്ണങ്ങൾ. ഇതിലേക്കിടണം. കുക്കർ അടച്ചിട്ട് വെയിറ്റ് ഇട്ടിട്ട് 3 വിസിൽ വരെ വേവിക്കും. കുറച്ച് സിന്നമൺ പൗഡർ, കുറച്ചും കൂടി ഗരം മസാല കൂടെ ചേർക്കാം. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ടേസ്റ്റിയാണ്, നല്ല ന്യൂട്രീഷ്യസ് ആണ്. ഡിഫറെൻറ്റ് വെജിറ്റബിൾസ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കുറച്ച് ക്ലോവിൻ്റെ പൗഡറാണ്, ഒരു നുള്ളു. നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യും. അടച്ച് വെച്ചാൽ പെട്ടെന്ന് ബോയിലാവും. ബോയിലായി കഴിഞ്ഞാൽ നമുക്കൊന്ന് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. കുരുമുളക് പാകല്ലേ, ഉപ്പ് പാകല്ലേ എന്നൊക്കെ നോക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടെ പിന്നെ ആഡ് ചെയ്യും. എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇതിൽ ക്വാണ്ടിറ്റി ചേർക്കാം. സോ അതുപോലെ ഉപ്പ് കുറച്ച് വേണ്ടവർ കുറച്ച് ചേർക്കുക, എരിവ് കുറച്ച് വേണ്ടവർ പെപ്പർ കുറച്ച് കുറയ്ക്കുക, അങ്ങനെയൊക്കെ. പിന്നെ ഈ ഒണിയൻ സൂപ്പ്, കുമ്പളങ്ങ സൂപ്പ് അതൊക്കെ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മാത്രം ഇടണം. ഒരു വല്ലാതെ കളർ ചേഞ്ച് ആവും, ഒറിജിനൽ കളർ കിട്ടും. തിളയ്ക്കാൻ തുടങ്ങി. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം.
പെപ്പറും സോൾട്ടൊക്കെ പാകമാണ്. നമുക്കിനി ഇതിനെ ഒരു സൂപ്പ് ബൗളിലേക്ക് മാറ്റാം. ഗ്ലാസ് ബൗളിലേക്കൊക്കെ ഒഴിക്കുമ്പോൾ അതിലൊരു സ്പൂൺ ഇട്ടതിന് ശേഷം മതി ഈ ഇത്രയും ചൂടുള്ള ഈ സൂപ്പൊക്കെ ഒഴിക്കുക. അല്ലെങ്കിൽ ആ കുപ്പിപ്പാത്രം ചിലപ്പോൾ പൊട്ടിപ്പോയി. നമ്മൾ ഒരു സ്പൂൺ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കുറച്ച് കൊത്തമല്ലിയുടെ ഇല ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യും. കുറച്ച് ക്രീം ഒഴിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യും.